നമസ്കാരം, എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അലുവയുടെ റെസിപ്പിയാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലൊക്കെ എപ്പോഴും പഴമൊക്കെ മേടിച്ചിട്ട് അത് കറുത്തു പോകും. അപ്പോൾ അത് കഴിക്കാൻ ആർക്കും അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ആ ഒരു പഴം വെച്ച് നമുക്ക് പെട്ടെന്നൊരു 25 മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അലുവയാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഏത്തപ്പഴമാണ്. ഇതാ കണ്ടില്ലേ, ഈ പഴം നല്ലപോലെ കറുത്ത് പോയിട്ടുണ്ട്. ഈ പഴമാണെങ്കിലും മതി നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ഇതൊന്നും ആരും അങ്ങനെ ഒരു വീടുകളിൽ കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാനിവിടെ 5 പഴം എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള പഴമാണ് 5 എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിന് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1-2 പഴം ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് വെള്ളം കൂട്ടാതെ അരച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക. പിന്നെ തീരെ അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ കുറേശ്ശെ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുമ്പാലോ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കാതെ തന്നെ നല്ലപോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പഴം 2 പഴമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒരു 2-3 പ്രാവശ്യമായിട്ട് ആ പഴം എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അലുവയ്ക്ക് മധുരത്തിനായിട്ട് വേണ്ടത് ശർക്കരയാണ്. അതിന് ഞാനൊരു 200 ഗ്രാം ശർക്കര എടുത്തിട്ട് ഇതിലേക്കൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അതിന് ഞാനിവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാത്രത്തിൽ വെച്ച് വേണമെങ്കിൽ ഉരുക്കിയെടുക്കുക. അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് അലുവ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിലേക്കൊരു 2.5 അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇത് റോസ്റ്റഡ് കാഷ്യൂ ആണ്, അതാണ് ആ ഒരു ബ്രൗൺ കളർ ഇടുമ്പോഴേ. പക്ഷേ നെയ്യിൽ വറുത്ത് കോരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കാഷ്യൂ നട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കിസ്മിസും ഇടാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യമേ അരച്ച് വെച്ചിരുന്ന പഴം നമ്മളുടെ നെയ്യിലേക്ക് ഇട്ടിട്ട് ഇനി ഈ പഴം നല്ലതുപോലെ ഈ നെയ്യിലൊന്ന് വരട്ടിയെടുക്കണം. ഇതിപ്പോൾ കണ്ടില്ല, നല്ലൊരു ലൂസായൊരു കൺസിസ്റ്റൻസിയാണ്. ഇത് നല്ലപോലെ ഒന്ന് തിക്കായിട്ട് വരും. അതുവരെ നമുക്ക് ഈ നെയ്യിൽ ഒന്ന് വരട്ടിയെടുക്കണം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. പിന്നെ ഇത് കണ്ടിന്യൂസ്ലി ഇളക്കണം എന്നൊന്നുമില്ല, ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, അല്ലാതെ കൈ വിടാതെ ഇളക്കണം എന്നില്ല. ഇപ്പോൾ ഇതാ നമ്മളുടെ പഴം നല്ലതുപോലെ ഒന്ന് കട്ടിയായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ പഴം നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ വിരകി കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല വെന്ത് വരും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ മൈദയോ എടുക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് കട്ടകളില്ലാതെ പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്യുന്ന ആ ഒരു പരുവം വരെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് ഈ കുറുകി വന്ന പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ പൊടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ പഴം ഒന്നും കൂടി പെട്ടെന്ന് കുറുകി വരും. ഒരുപാട് അങ്ങോട്ട് പൊടി ചേർക്കേണ്ട കാര്യമില്ല, 1 സ്പൂൺ 1.5 സ്പൂണൊക്കെ മതിയാകും. അപ്പോൾ ഞാൻ ഈ ഗോതമ്പ് പൊടി കട്ടകളൊന്നും ഇല്ലാതെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ വരട്ടിയെടുക്കുന്ന പഴത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇപ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കുക. നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കുക. നമ്മൾ ഈ പൊടി ചേർക്കാതെയും ഇത് തയ്യാറാക്കാൻ പറ്റും, പക്ഷേ അപ്പോൾ ഇച്ചിരി കൂടി സമയം എടുക്കും. ആ സമയം ലാഭിക്കാനാണ് നമ്മൾ 1-2 സ്പൂൺ പൊടി ഇങ്ങനെ പാലിൽ കലക്കി ചേർക്കുന്നത്. പിന്നെ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും, കാരണം നമ്മളിത് വെള്ളമൊന്നും ചേർക്കാതെ പഴം അരച്ചെടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ആയി കിട്ടും. കാരണം ആ വെള്ളം വലിയാനുള്ള സമയം നമ്മൾ കൊടുക്കണ്ട. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് സാധാരണ പാത്രത്തിൽ വെച്ച് ഉരുക്കുകയാണെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇപ്പോഴും തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇനി ശർക്കരയും പഴവും എല്ലാം കൂടി നല്ലതുപോലെ വരട്ടിയെടുക്കണം. ഇതും നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കണ്ടിന്യൂസ്ലി ഇളക്കണം എന്നില്ല. തീ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇത് നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ, ഈ അലുവ പോലെ ഇങ്ങനെ വിരകി എടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നല്ലത്, കാരണം ഇത് അടുക്കി പിടിക്കത്തില്ല. ഇപ്പോൾ നമ്മളുടെ അലുവ ഒന്ന് കട്ടയായി വരുന്നുണ്ട്. ആ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസി ഒന്ന് മാറി വരുന്നുണ്ട്. കണ്ടില്ല, ഇപ്പോൾ ഇതിങ്ങനെ കട്ടയായി വരുന്നുണ്ട്. ഇത് നല്ലതുപോലെ കട്ടയായിട്ട് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഒറ്റ ഒരു ബോൾ പോലെ ആയിട്ട് വിട്ട് വരുന്ന ആ ഒരു പരുവം വരെ നമുക്കിത് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ കളറും ഇതിങ്ങനെ വിരകി എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറ് കുറച്ചും കൂടി ഒന്ന് ബ്ലാക്കിഷ് കളറാവും നല്ലതുപോലെ. പിന്നെ നമ്മൾ എടുക്കുന്ന ശർക്കരയുടെ കളർ അനുസരിച്ച് അത് മാറി വരും കേട്ടോ. പിന്നെ ഇതൊരു നമുക്കൊരു അരമണിക്കൂറൊക്കെ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. സാധാരണ നമ്മളിങ്ങനെയൊക്കെ പഴം കറുത്ത് പോയി കഴിഞ്ഞാൽ അത് കളയാനേ പറ്റുള്ളൂ. പക്ഷേ ഇതുപോലെ വരകി വെക്കുകയാണെങ്കിൽ ഒരു ഫ്രിഡ്ജിൽ ഒരു മാസം വരെയൊക്കെ ഇരിക്കും, അല്ലാതെ പുറത്തൊരു 2 ആഴ്ച വരെയൊക്കെ ഇരിക്കും. പക്ഷേ നമ്മൾ
അങ്ങനെ കുറച്ച് ദിവസം വെക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലും പശുമ്പാലും ഒക്കെ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇതാ ഞാനിതിൽ നേരത്തെ വറുത്ത് കോരി അണ്ടിപ്പരിപ്പ് കുറച്ച് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെള്ള എള്ളം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതൊരു ഒറ്റ കട്ടയായി നല്ല പോലെ വരകി നല്ലതുപോലെ അതിൽ നിന്ന് നെയ്യൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. അലുവയ്ക്ക് ഒരു ഗ്ലോസി ഫിനിഷ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫ്ലേവറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത് കൊടുത്തു, പക്ഷേ അത് റെക്കോർഡായില്ല. ഇനി നമുക്ക് ഈ അലുവ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിൽ ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തേക്കുന്നത്. നെയ്യൊന്ന് ചേർത്തിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ സാധാരണ അലുവ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നെയ്യൊക്കെ ഉപയോഗിക്കും. പക്ഷേ നമ്മളിതിലേക്കൊരു 3-3.5 ടീസ്പൂൺ ടേബിൾ സ്പൂൺ നെയ്യേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൻ്റെ താഴത്ത് ഡിമോൾഡ് ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കാഷ്യൂനട്ട് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ മാതിരി ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാഷ്യൂനട്ട് അല്ലെങ്കിൽ ആൽമണ്ട്സ്, പിന്നെ ഇതുമാതിരി വെള്ള എള്ള് അല്ലെങ്കിൽ കറുത്ത എള്ള്, പിന്നെ കിസ്മിസ് ഇതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനിതിൽ കുറച്ച് വെള്ള എള്ളും കൂടി നിരത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന അലുവയുടെ കൂട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ലെവൽ ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിരിക്കും നല്ല ശക്തിയിൽ ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നല്ല കാണാൻ ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പ് കിട്ടത്തുള്ളൂ. നല്ല ശക്തമായിട്ട് ഈ സ്പാച്ചില വെച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ താഴ്വശം വെച്ചോ നല്ലപോലെ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കണം. ഇതാ കണ്ടില്ലേ, ഇത് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു അലുവയുടെ ടെക്സ്ചറൊക്കെ തന്നെയാണ്. പക്ഷേ കടയിൽ നിന്ന് ഇത് പഴമായതുകൊണ്ടും പിന്നെ നമ്മൾ ഫ്ലോർ അധികം ചേർക്കാത്തത് കൊണ്ടും കുറച്ചും കൂടി സ്റ്റിക്കി ആയിട്ടൊരു ടെക്സ്ചർ ആയിരിക്കുള്ളൂ. പക്ഷെ എന്നാലും കഴിക്കാൻ നല്ല സ്വാദുണ്ടാവും. നമ്മളുടെ വീട്ടിലെ ചെറിയ പിള്ളേരൊക്കെ ചിലപ്പോൾ പഴം പുഴുങ്ങി കൊടുത്താലോ അല്ലെങ്കിൽ പച്ചയ്ക്ക് കൊടുത്താലോ ഒന്നും കഴിക്കില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് മധുരമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതാണ്. ഏത്തപ്പഴമൊക്കെ എസ്പെഷ്യലി കുഞ്ഞു പിള്ളേർ കഴിക്കുന്നത് നല്ലതാണ്. അവർക്ക് വെയിറ്റ് കൂടാനൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഞാനിത് ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. അധികം സമയമൊന്നും വേണ്ട. ശരിക്കും ആ അലുവയുടെ കൂട്ടൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴം കൊണ്ടുള്ള അലുവ. ഇത് നമുക്ക് എന്ത് പഴം വെച്ചും ചെയ്യാം, പക്ഷേ കൂടുതലും നല്ലത് ഏത്തപ്പഴം തന്നെയാണ്. ഇത് നമുക്കിനി ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റാണ്. പക്ഷേ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിക്കിയാണ്. പക്ഷേ എന്നാലും നല്ല ടെക്സ്ചറിൽ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഇത് കുറച്ച് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ ഞാനിത് നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ ഒരു കളറും ചേർത്തിട്ടില്ല. ശരിക്കും ആ ശർക്കരയും പഴവും കൂടി കിടന്ന് നല്ലതുപോലെ വിരകി വന്നപ്പോൾ തന്നെ ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാനും പറ്റും. ഇപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 25 മിനിറ്റൊക്കെ മതിയാവും. നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ വീട്ടിൽ കറുത്ത് പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു പരിധിവരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ്. കാരണം നമ്മൾ പഞ്ചസാരയോ ഫ്ലോറോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ശർക്കരയും അതുമാതിരി പഴവും നല്ലതാണ് നമ്മളുടെ ഹെൽത്തിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇല്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.